ഏവർക്കും സ്വാഗതം. വായനാ ദിനത്തിന് നിങ്ങളേവരെയും സ്വാഗതം ചെയ്യുക എന്നതാണ് എൻ്റെ കർത്തവ്യം. വായിച്ചു വളരുക, ചിന്തിച്ചു വിവേകം നേടുക, ഇതാണ് ശ്രീ PN പണിക്കർ നമ്മളോട് പറഞ്ഞിട്ടുള്ളത്. വായന നമ്മെ മറ്റൊരു ലോകത്തിലേക്കാണ് കൊണ്ടുപോകുന്നത്. നമ്മുടെ സങ്കല്പങ്ങളൊക്കെയും ചെറുകിടക്കുന്ന വിശാലമായ ആകാശത്തിലേക്ക്. ആ ഒരു അടുത്തതായി നമ്മൾ വിദ്യാഭ്യാസത്തിന് മാത്രമേ കഴിയൂ. വിദ്യാഭ്യാസത്തിന്റെ ഒരു പ്രധാന ഘടകമാണ് വായന. ജ്ഞാനത്തിന്റെ പ്രതിരൂപമായ ഈ ദീപം കൊളുത്തി നമുക്ക് വായനാ ദിനം ഉദ്ഘാടനം ചെയ്യാം. വിളക്ക് കൊളുത്തുന്നതിനായി ബഹുമാനപ്പെട്ട പ്രിൻസിപ്പൽ ടീച്ചറിനെയും ശ്രീ സാബു സാറിനെയും ലൈബ്രറിയൻ ശ്രീമതി അഞ്ജു ടീച്ചറിനെയും സ്കൂൾ ലീഡർ മാധവ് രാജിനെയും വേദിയിലേക്ക് ക്ഷണിക്കുന്നു. മതമൗലികവാദത്തിനുമെതിരെ പ്രതികരിക്കുകയും മദ്യം, മയക്കുമരുന്ന്, സ്ത്രീകൾക്കെതിരായ അതിക്രമങ്ങൾ തുടങ്ങിയവയ്ക്കെതിരെ ചിന്തിക്കുകയും പ്രവർത്തിക്കുകയും ചെയ്യും. വിനാശകരമായി എല്ലാവർക്കും നമസ്കാരം. പ്രശസ്ത കവി അനിൽ പനച്ചൂരാന്റെ വിൽക്കുവാൻ വെച്ചിരിക്കുന്ന പക്ഷികൾ എന്ന കവിതയാണ് ഞാനിന്നിവിടെ ആലപിക്കാൻ പോകുന്നത്. വലയിൽ വീണ കിളികളാണു നാം, ചിറകൊടിഞ്ഞ ഇണകളാണു നാം, വഴിവിളക്കു കണ്ണു ചിമ്മുമീ വഴിയിലെന്തു നമ്മൾ പാടണം. कविता को सुनाने वाली हूँ। तितली रानी, तितली रानी, तितली रानी, कितनी प्यारी कितनी सयानी, रंग बिरंगे पंख सजीले, लाल गुलाबी नीले पीले, फूल फूल पर जाती हो, गुनगुन गुनगुन गाती हो, कली कली पर मंडराती हो, मीठा मीठा रस पीकर उड़ जाती हो. Teachers and all my dear friends, Today I'm standing here in front of you to introduce a book. The title of the book is Atomic Habits by James Clear. This book is the most practical and eye-opening book I've ever read. Talking about the author, James Clear. James Clear isn't just an author. നമസ്കാരം. ഞാൻ ചങ്ങമ്പുഴ കൃഷ്ണപിള്ള, എറണാകുളം ഇടപ്പള്ളിയിൽ 1911 ഒക്ടോബർ 10-നാണ് ഞാൻ ജനിച്ചത്. മലയാളത്തിൻ്റെ ഓർഫ്യൂസ് എന്നാണ് എന്നെ വിശേഷിപ്പിക്കുന്നത്. രമണൻ, വാഴക്കുല, കാവ്യനർത്തകി, മനസ്വിനി, മണിവീണ എന്നിവ എൻ്റെ പ്രശസ്ത കൃതികളാണ്. ഏവർക്കും നമസ്കാരം. മാതൃത്വത്തിന്റെ കവിയത്രി എന്നറിയപ്പെടുന്ന ബാലാമണി അമ്മയാണ് ഞാൻ. 1909 ജൂലൈ 19 തൃശൂർ ജില്ലയിലെ നാലപ്പാട്ട് തറവാടിലാണ് ഞാൻ ജനിച്ചത്. കവിയായ നാലപ്പാട്ട് നാരായണ മേനോൻ എൻ്റെ അമ്മാവനാണ്. കുട്ടിക്കാലം മുതൽ ഞാൻ കവിത എഴുതിയിരുന്നു. എൻ്റെ ആദ്യ കവിത കൂട്ടുകയാണ്. हिंदी कविता संग्रह की झांसी रानी कहती है, मेरा जन्म मुझे हिंदी के राष्ट्र कवि कहा जाता है. मेरा जन्म उत्तर प्रदेश में हुआ. I am Arundhati Roy. I am an Indian author and I am a political activist. I am famous for the Booker Prize winning novel
The God of Small Things, which was published on 1997. I got pen printed award in 2024. An author of India, and I am famous for my first few fashion, like simple, relatable writing style and my ability to connect with the masses. I am famous for my first book called 5 Point Summer, which was written in 2004. Thank you. ആദരണീയായ പ്രിൻസിപ്പൽ, പ്രിയ ബഹുമാനപ്പെട്ട ക്ലീനസ് മേരി, ലൈബ്രറിയൻ, പ്രിയപ്പെട്ട ടീച്ചർ, എൻ്റെ സഹപ്രവർത്തകരായ അധ്യാപക സഹോദരങ്ങളെ, കാര്യാലയ പ്രവർത്തകരെ, ഞാൻ ഏറ്റവും അധികം സ്നേഹിക്കുന്ന കുഞ്ഞുമക്കളെ, എല്ലാവർക്കും നമസ്കാരം. നാം ഇന്ന് വായനാ ദിനമായി ആചരിക്കുകയാണ്. കേരള ഗ്രന്ഥശാല പ്രസ്ഥാനത്തിന്റെ സ്ഥാപകനായ ശ്രീ PN പണിക്കരുടെ ചരമദിനമാണ് വായനാ ദിനമായി നാം ആചരിക്കുന്നത്. പുസ്തകങ്ങളുടെയും അറിവിന്റെയും വിശാലമായ ലോകത്തേക്ക് മലയാളികളെ പരിചയപ്പെടുത്തിയ, വായനയുടെ അത്ഭുത ലോകത്തേക്ക് ഓരോ മലയാളിയും കൈപിടിച്ചുയർത്തിയ മഹാനാണ് ശ്രീ PN പണിക്കർ. ചെറുപ്പകാലം മുതൽക്ക് തന്നെ തന്റെ ജീവിതം വായനയ്ക്കായി അദ്ദേഹം ഒഴിഞ്ഞു വെച്ചു. 1909 മാർച്ച് മാസം 1-ാം തീയതി ശ്രീ ഗോവിന്ദപിള്ളയുടെയും ജാനകി അമ്മയുടെയും മകനായി ശ്രീ PN പണിക്കർ ആലപ്പുഴ ജില്ലയിൽ ജനിച്ചു. തന്റെ 17-ാം വയസ്സിൽ സനാതന ധർമ്മം എന്ന പേരിൽ വായന. എൻ്റെ കൊച്ചു കൂട്ടുകാരെല്ലാം തന്നെ ഹാരി പോട്ടർ സീരീസുകളെല്ലാം വായിച്ചിട്ടുണ്ടാവും, അല്ലെങ്കിൽ കേട്ടിട്ടുണ്ടാവും, അല്ലെങ്കിൽ അതിൻ്റെ ചലച്ചിത്ര ആവിഷ്കാരം കണ്ടിട്ടുണ്ടാവും, അല്ലേ? ഈ നോവലിൻ്റെ ഒരു പ്രത്യേകത, ലോകമെമ്പാടുമുള്ള ജനതയെ ഒരു കാലഘട്ടത്തിന് ശേഷം വായനയുടെ ലോകത്തേക്ക്, ആധുനിക ജനതയെ വായനയുടെ ലോകത്തേക്ക് തിരിച്ചെത്തിച്ചു എന്നുള്ളതാണ്. അത് നിങ്ങൾ കേട്ടിട്ടുണ്ടോ? ഉണ്ടോ? JK റൗളിംഗ് എന്ന എഴുത്തുകാരിയുടെ ഈ സൃഷ്ടി വളരെ പ്രചാരം നേടിയ ഒരു നോവലാണ്. അതുപോലെ നമ്മുടെ കൊച്ചു കൂട്ടുകാർക്ക് ഇങ്ങനത്തെ കഴിവുകളുണ്ടെങ്കിൽ തീർച്ചയായും നല്ല സൃഷ്ടികൾ അവർക്ക് രചിക്കാൻ ഭാവിയിൽ അവസരമുണ്ടാവട്ടെ. എന്തുകൊണ്ടെന്നാൽ നല്ല സൃഷ്ടികൾക്ക് മാത്രമേ നല്ല വായനക്കാരെ സൃഷ്ടിക്കാൻ കഴിയുകയുള്ളൂ എന്ന് ഞാൻ വിശ്വസിക്കുന്നു. അതുപോലെ വായനയുടെ ലോകത്ത് നല്ല നല്ല സംഭാവനകൾ നൽകുവാൻ നമ്മുടെ ഈ കൊച്ചു കലാലയത്തിൽ നിന്ന് ഒരുപാട് കുഞ്ഞുങ്ങൾക്ക് അവസരം ഉണ്ടാവട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് ഞാൻ എൻ്റെ കർത്തവ്യമായ നന്ദി അർപ്പിക്കലിലേക്ക് കടക്കുകയാണ്. ആദ്യമായി എനിക്ക് നന്ദി അർപ്പിക്കാനുള്ളത് നമ്മുടെ പ്രിയപ്പെട്ട സിസ്റ്റർ, റവറൻഡ് സിസ്റ്റർ സേവിയർ ക്ലീനസ് മേരിയോടാണ്. അവിടുത്തെ നല്ല നിർദ്ദേശങ്ങൾക്കും നല്ല സപ്പോർട്ടിനായി ഞാൻ അവിടത്തേക്ക് നന്ദി പറയുന്നു. ഈ ദിനം ഇത്രയും മനോഹരമാക്കാൻ സഹായിച്ച എൻ്റെ സഹപ്രവർത്തകർക്കും അനധ്യാപകർക്കും ഞാൻ എൻ്റെ ഹൃദയത്തിൻ്റെ ഭാഷയിൽ നന്ദി പറയുകയാണ്. ഇനി നന്ദി പറയാനുള്ളത് എൻ്റെ കുഞ്ഞു മക്കളോടാണ്. എല്ലാവർക്കും നന്ദി.